അമ്മയും മകനും കൂടിയുള്ളൊരു പ്ലാനുണ്ട്. അത് വർക്കൗട്ടായോ ഇല്ലയോ, എന്തായാലും നമുക്ക് അമലയുടെ മെയിലേക്കൊന്ന് കിടക്കാം. മാഡം, എൻ്റെ പേര് അമല. എനിക്ക് 33 വയസ്സുണ്ട്. വിവാഹിതയാണ്. ഒരു കുട്ടിയുണ്ട്. എൻ്റെ ഭർത്താവ് കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും ഇവിടെ അടുത്ത് ഒരു സഹകരണ സ്ഥാപനത്തിൽ പണ്ട് മുതലേ വർക്ക് ചെയ്യുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഭർത്താവ് തന്നെ റെക്കമെൻഡേഷനിൽ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. എനിക്ക് തമിഴ്നാട്ടിൽ പോകാൻ യാതൊരു താല്പര്യവുമില്ല. ഹസ്ബൻഡിനെ അങ്ങോട്ട് കൊണ്ടുപോകാനും താല്പര്യമില്ല. കാരണം അമ്മായിയമ്മ അങ്ങോട്ടേക്ക് വരില്ല. ഇവിടെ നിന്ന് അമ്മായിയമ്മയ്ക്ക് ഞാനൊരു കമ്പനി കൊടുക്കണം. പിന്നെ എൻ്റെ അമ്മായിയമ്മ ചെറുപ്പമാണ്. അവർക്ക് ഞാനായിട്ട് വലിയ കമ്പനിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും മോന് അമ്മയെന്ന് പറഞ്ഞാൽ വലിയ സെൻറ്റിമെൻറ്റ്സ് ആണ്. പിന്നെ എൻ്റെ അമ്മായിയമ്മ മറ്റമ്മായിമ്മമാരെ പോലല്ല. എൻ്റെ കാര്യത്തിൽ അമിതമായി ഇടപെടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ വീട് ഒറ്റപ്പെട്ട സ്ഥലത്താണ്. തൊട്ടടുത്ത് മതിലിനോട് ചേർന്ന് വേറെ വീടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മാറിയാണ് കുറേ വീടുകൾ. ബാക്കിയെല്ലാം ഞങ്ങളുടെ സ്വന്തം സ്ഥലമാണ്. ഞങ്ങളെക്കാൾ കുറേ അധികം സ്ഥലമുണ്ട് തൊട്ടടുത്ത വീട്ടിലെ ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ ഈ 2 വസ്തുവിൻ്റെ അതിന് തീരുന്നട വരെ വിജനമാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് വീടുകളുള്ളത്. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നത് നിർമ്മല ചേച്ചി. കഥകൾ പറഞ്ഞു വരികയാണെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും ഇളയ മകളാണ് നിർമ്മല ചേച്ചി. ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. ഒരു മകനും ഒരു മകളുമുണ്ട്. മൂത്തത് മകളാണ്. അവരുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ 25 വയസ്സായ മകൻ കൂടെയുണ്ട്. അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാണ്. ഭർത്താവ് മരിച്ചപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവർ വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ വന്ന് താമസം ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മായിമ്മയും നിർമ്മൽ ചേച്ചിയും ഏകോദര സഹോദരങ്ങളെ പോലെയാണ്. പണ്ട് തൊട്ടേ കാണുന്നല്ലേ, അമ്മായിമ്മയുടെയും സ്വന്തം വീടാണ് ഇത്. ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മായിമ്മയും താമസിച്ചിട്ടില്ല. സ്വന്തം വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ പണ്ട് തൊട്ടേ ഒരു കുടുംബം പോലെ കഴിയുകയാണ്. നിർമ്മല ചേച്ചിയുടെ എല്ലാ ദുരന്തങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും അമ്മായിമ്മ സാക്ഷിയാണ്. പിന്നെ അടുത്തങ്ങ് വീടുകളില്ലാത്തതുകൊണ്ട് ഈ വീടുകൾ തമ്മിൽ ബന്ധുക്കളെ പോലെ അടുപ്പമാണ്. എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വരും. 2 വീടുകളിലും എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ആ വീടിൻ്റെ സെറ്റപ്പ് നാടത്തിന് മനസ്സിലായല്ലോ. നിർമ്മല ചേച്ചിയുടെ മോൻ്റെ പേര് ഡിനു. അവൻ ഒരു ഫാർമസിസ്റ്റാണ്. ടൗണിൽ ഒരു ഫാർമസി അവൻ നടത്തുന്നുണ്ട്. അവിടെ വേറെ ജോലിക്കാരൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാനൊക്കെ പോകും. ഡിനു പക്ക ന്യൂ ജനറേഷൻ സെറ്റപ്പാണ്. അതായത് രാവിലെയും വൈകിട്ടും വേണമെങ്കിൽ ജിമ്മിൽ പോകും. മസിലൊക്കെ പെരിപ്പിച്ച് ഇപ്പോഴുള്ള എല്ലാ സ്റ്റൈലും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് ബുള്ളറ്റിലും കാറിലും ഒക്കെയാണ് നടപ്പ്. പിന്നെ സോഷ്യൽ മീഡിയയിലും വലിയ പ്രശസ്തനാണ്. റീൽസ് ഇടും, യാത്രാ വീഡിയോകളിടും. സ്ത്രീകളായി ഒത്തിരി ആരാധകരുണ്ട്. റീൽസിൻ്റെ താഴത്തൊക്കെ സ്ത്രീകളുടെ കമൻ്റാണ് ഹോട്ട്, മോനെ ചക്കര എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒത്തിരി ഞാനും കാണാറുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയും, ഇങ്ങനെയാണെങ്കിൽ ഇവൻ 10 കല്യാണം കഴിക്കുമെന്ന്. നിർമ്മല ചേച്ചി എന്നോട് പറയും, എൻ്റെ പൊന്നുമോളെ, സത്യം പറഞ്ഞാൽ പെൺപിള്ളേരുള്ളതിനേക്കാൾ ഇവൻ്റെ നടപടിക്രമങ്ങൾ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. പെൺപിള്ളേരാണെങ്കിൽ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയാം. ഇതങ്ങ് കറങ്ങാൻ പോകുകയല്ലേ. എനിക്ക് തോന്നുന്നത് ഒത്തിരി പെണ്ണുങ്ങൾ ഇവൻ്റെ പുറകെ വന്ന് എന്തെങ്കിലും തലവേദന സൃഷ്ടിക്കുമെന്നാണ്. എനിക്ക് ഉറക്കമേ ഇല്ല. ഇവൻ അവിടെ എവിടെയും കറങ്ങാൻ പോകുമ്പോൾ എല്ലാ വീഡിയോയിലും കാണും അല്പവസ്ത്രധാരികളായ ഓരോ പെണ്ണുങ്ങൾ. എൻ്റെ മോളെ, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പരിതപിക്കാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മായിമ്മ പറയും, അയ്യോ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയില്ലയോ, നീ കാണുന്നതില്ലയോ, നിൻ്റെ കൈ മൊബൈലില്ലയോ, യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കാണുന്നില്ലേ, അങ്ങനെയാണ് ഇപ്പോഴേ പിള്ളേർ. പിന്നെ കാലം മാറുമ്പോൾ കോലവും മാറണം. നീ കുറച്ചുകൂടെ മനസ്സ് മോഡേൺ ആക്ക്, അല്ലാതെ പഴഞ്ച ചിന്താഗതികളിലേക്ക് പോകാതെ എന്ന് പറയും. അപ്പോൾ നിർമ്മല ചേച്ചി പറയും, ചേച്ചിക്ക് അങ്ങനെയൊക്കെ പറയാം, ചേച്ചിയുടെ മക്കളെല്ലാം സെറ്റിൽഡാണ്, ഒരു തലവേദനയുമില്ല, ഇവൻ അങ്ങനെയാണോ, കടിച്ചാൽ പൊട്ടുന്ന പ്രായമല്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറയും, പിന്നെ സിനിമാവിനെ പോലെ ഇരിക്കുന്നൊരു ചെക്കൻ, അവൻ വല്ല സിനിമയിൽ അഭിനയിക്കട്ടെടി, ഇതൊക്കെ ചെയ്ത് നമുക്ക് അവൻ്റെ പേരിൽ അറിയപ്പെടാമല്ലോ എന്ന് പറയും. ഒന്ന് പോ ചേച്ചി എന്ന് പറഞ്ഞ് അവരും എന്തെങ്കിലുമൊക്കെ പറയും. ഇതിവിടെ മിക്കവാറും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നടക്കുന്ന ഒരു സംഭാഷണമാണ്. പിന്നെ എൻ്റെ ഭർത്താവിനോട് അവന് ആവശ്യത്തിൽ കൂടുതൽ അടുപ്പമുണ്ട്. ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെങ്കിലും കേൾക്കും. എന്തെങ്കിലും ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിർമ്മല ചേച്ചി വരും, മോനെ എടാ ഒന്ന് പറയടാ അവനോട്, നീ പറഞ്ഞാൽ കേൾക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് വീട്ടിലിരുത്തി ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഉപദേശിക്കും. അപ്പോൾ ഒന്ന് തലയാട്ടും, കുറച്ചൊക്കെ അനുസരിക്കുകയും ചെയ്യും. എന്നെയാണെങ്കിൽ ഭയങ്കര കാര്യമാണ്. ഞാനാണെങ്കിൽ അവൻ്റെ ഒരു കാര്യത്തിനും തലയിടാറില്ല. അവൻ പറഞ്ഞത് തലയാട്ടി അങ്ങ് അംഗീകരിക്കും. കാര്യം അവനെപ്പോലെ
പാറി പറന്ന് നടക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഒന്നും പറ്റാത്തത്. അല്ലെങ്കിൽ ഓരോ ദിവസവും ഞാൻ ഓരോ സ്ഥലത്ത് ടൂർ പോയതിനെയും സ്ത്രീയായി ജനിക്കണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഓർക്കും. ആണുങ്ങളുടെ അത്ര സ്വാതന്ത്ര്യം എന്തായാലും പെണ്ണുങ്ങൾക്ക് കിട്ടില്ല. ഇതൊക്കെ കൊണ്ട് അവൻ പോകുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. അതുമാത്രമല്ല, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അവനറിയാം. അവൻ അത് ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരും. ചേച്ചി, ഈ സാരി വേണോ, ഈ ടോപ്പ് വേണോ, അല്ലെങ്കിൽ ഈ കമ്മൽ വേണമെന്നൊക്കെ. അവൻ്റെ ചോയ്സ് സൂപ്പറാണ്. കൂടെ പെണ്ണുങ്ങളുണ്ടല്ലോ, അപ്പോൾ അവളമാർക്കൊക്കെ സെലക്ട് ചെയ്യുമ്പം എനിക്ക് പടയച്ചു തരും. ഞാൻ പറയും, താ ഗൂഗിൾ പേ ഞാൻ പൈസ അയക്കാം, നീ അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ അവൻ വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും. എൻ്റെ ഹസ്ബൻഡ് തമിഴ്നാട്ടിലാണെങ്കിലും അങ്ങനെയൊന്നും തിരക്കി പെറുക്കിയൊന്നും മേടിക്കില്ല. അങ്ങർക്കാണെങ്കിൽ എൻ്റെ ചോയ്സ് തൊട്ട് വലുതായിട്ട് അറിയുകയില്ല. ഇനി അഥവാ വാങ്ങിക്കൊണ്ട് വന്നാലും നമുക്കിഷ്ടം തോന്നുന്നൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാതെ എനിക്കൊന്നും വാങ്ങിക്കേണ്ട, ഞാനാണെങ്കിൽ ഡിനുവിനെ കൊണ്ട് വാങ്ങിച്ചോളാമെന്ന്. ആ, അങ്ങനെ മതിയെന്ന് ഹസ്ബൻഡും പറയും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചില സമയത്ത് ഒരു ശുദ്ധ മണ്ടനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ തോന്നും നല്ല മനുഷ്യനാണെന്ന്, ചിലപ്പോൾ കിളി പോയ ടൈപ്പ്. അങ്ങനെ ഒരു വ്യത്യസ്ത സ്വഭാവമാണ്. മാഡം, ഇതിനിടയ്ക്ക് എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടുണ്ട്. കല്യാണം കഴിച്ചതാണ്, പക്ഷെ കുട്ടികളൊന്നുമില്ല. ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി ഓരോരോ വിചിത്രമായ റീലുകളും പിന്നെ കൊഞ്ചലും കൊഴിച്ചിലും ഒക്കെ ആയിട്ട് കുറച്ച് ഫേമസ് ആണ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. കാര്യം, ഡിനുവിൻ്റെ ഫാമിലി മെമ്പറെ പോലെയാണ് ഞാനെന്ന് അറിയാം. അതിനാണ് എന്നെ വിളിക്കുന്നത്. അവനെ കാണണം. അവന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് അവൻ സംസാരിക്കില്ല, ചാറ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് പറയും. പശു എങ്ങോട്ടാണ് കയറി പൊട്ടിച്ചു പോകുന്നതെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. കാര്യം, ചില്ലറയല്ലാത്ത പേരുദോഷം അവൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ഇങ്ങോട്ട് വരണ്ട. എൻ്റെ അമ്മായിമ്മ പ്രത്യേക ഒരു ടൈപ്പാണ്. നിങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ പ്രശസ്തരാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യാം. നിങ്ങൾക്ക് തമ്മിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, എന്തിനാ ഇടനിലക്കാരെ? എനിക്കാണെങ്കിൽ അവൻ എൻ്റെ സഹോദരനെ പോലെയാണെന്ന്. അത് കേൾക്കുമ്പോൾ അവൾ പറയും, സുന്ദരനായ ഒരു പയ്യൻ്റെ കാര്യം വന്നപ്പം സഹോദരനെ പോലെ എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നിനക്ക് ഇടയ്ക്കിടയ്ക്കുള്ള കുറേ കാര്യങ്ങൾ നിലയ്ക്കും. നിന്നേക്കാൾ സുന്ദരി ഞാനല്ലേ എന്നൊക്കെ പറയും. ആ സമയത്ത് ഞാൻ പറയും, തോന്നിയാസം പറയരുത്, നിന്നെപ്പോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ കുലുക്കിക്കൊണ്ട് നടക്കില്ല ഞാൻ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വഴക്കുണ്ടാക്കാറുമുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒന്നിച്ച് പഠിച്ചതായതുകൊണ്ട് പെട്ടെന്നങ്ങ് ഇണങ്ങുകയും ചെയ്യും. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, എടി, വാട്സാപ്പ് തുറന്ന് നോക്കിയേ, നിനക്ക് ഞാൻ ഒരു വീഡിയോ അയച്ചിട്ടുണ്ടെന്ന്. ഞാനത് തുറന്നു നോക്കി. 15 സെക്കൻഡേ ആ വീഡിയോ ഉള്ളൂ. എങ്കിലും എനിക്ക് അത് വല്ലാത്ത ഷോക്കായിരുന്നു. കാര്യം, അത് ഡിനുവിൻ്റെ വീഡിയോ ആയിരുന്നു. അവൻ സ്വയം എടുത്ത് HD ക്ലാരിറ്റിയിൽ ഇട്ടതാണ്. ഒരു കുലുക്കിക്കുത്ത് വീഡിയോ. യോ, അത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതുമാത്രമല്ല, ആ വീഡിയോ ഇട്ടിരുന്ന സൈറ്റിൻ്റെ ലിങ്കും എനിക്ക് അയച്ചു തന്നു. അതിൻ്റെ ഇടയിൽ ആളുകൾ എത്ര പേരാണ് വന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒത്തിരി ആളുകൾ ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എടി, അവിടെയും ഇവിടെയൊക്കെയുള്ള ഓരോ വീഡിയോകൾ ഇടാം, പക്ഷേ ഇങ്ങനെ പൂർണ്ണമായ വീഡിയോകളൊക്കെ ഇതിനകത്ത് ഇടാമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഇടാം, കുറച്ചായിട്ടിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് വഴി എല്ലാം നമുക്ക് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ വന്ന് കാണും, നമുക്ക് പൈസയും ഉണ്ടാക്കാം. അതൊക്കെ ഒന്ന് തിരഞ്ഞപ്പോഴാണ് ഡിനുവിൻ്റെ വീഡിയോയും ഞാൻ കണ്ടത്. എടി, അവൻ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നേരത്തെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് പണവും സമ്പാദിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? ഇപ്പോൾ ഞാനൊന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. ഈ സൈറ്റിലൊന്നും ഞാൻ നേരത്തെ കയറില്ലായിരുന്നു. ഇപ്പോൾ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നോർത്ത് ഞാൻ തിരഞ്ഞപ്പോഴാണ് ഡിനുവിൻ്റെ വീഡിയോ കണ്ടത്. ഞാൻ പറഞ്ഞു, ആ ചെക്കന് ബിസിനസ്സിൽ നിന്ന് നല്ല ക്യാഷുണ്ട്, പിന്നെ വീട്ടിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഇഷ്ടംപോലെ സ്ഥലങ്ങളും വരുമാനങ്ങളും ഒക്കെ ഉണ്ട്. അവൻ ഇതൊക്കെ കാണിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ അവൻ വലിയ കോടീശ്വരനൊന്നും അല്ലല്ലോ, സാധാരണ ഒരു പണക്കാർ, അത്രയല്ലേ ഉള്ളൂ. പിന്നെ അവൻ്റെ ജിമ്മും മസിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും സൗന്ദര്യമൊക്കെ കൊണ്ട് അവന് പണം സമ്പാദിക്കാവുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെ സമ്പാദിച്ചതെന്താ? ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തിയല്ലേ മോളെ ജീവിക്കുന്നത്. ഭർത്താവില്ല, ആരുമില്ല, വേറെ ജോലിയുമില്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നതല്ലേ എൻ്റെ വരുമാനം. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമുക്കൊന്ന് മാറിയാലെന്താ? അവൻ ഈ പാറി പറന്ന് നടക്കുന്നതൊന്നും അവൻ്റെ ബിസിനസ്സിലെ കാശോ വീട്ടിലെ കാശോ എടുത്തിട്ടല്ല, ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശ് കൊണ്ടാണ്. എന്നാലും ഇവൻ ഈ ഒറ്റയ്ക്കുള്ള വീഡിയോ ഒക്കെ ആരാടി കാണുന്നത്? എടീ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇത് വാങ്ങുകയും കാണുകയും ഒക്കെ ചെയ്യും. ഇതിപ്പോൾ ഒരു ട്രെൻഡാണ് മോളെ എന്ന് പറഞ്ഞു. ദൈവമേ, ഇനി നിർമ്മൽ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
അവരറിഞ്ഞാൽ എന്താ, അവരുടെ മകന് വേറൊരു ബിസിനസ് കൂടിയുണ്ട്, അവൻ പണം സമ്പാദിക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ വെച്ചു. എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഇത് ഞാൻ ചേച്ചിയോട് പറയണോ? മകൻ്റെ വീഡിയോയും ക്രയവിക്രയങ്ങളുമൊക്കെ എങ്ങനൊരു അമ്മ കാണും? പറയാതിരിക്കുന്ന നല്ലത്. അവൻ എന്തെങ്കിലും കാണിച്ചോട്ടെ. ഇത്രയും കാലം അവൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാലും ആരോടെങ്കിലും പറയണ്ടേ? എൻ്റെ മനസ്സ് ഇങ്ങനെ തുടി കൊട്ടുകയായിരുന്നു. ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മനുഷ്യ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു. പുള്ളി മൂക്കത്ത് വിരൽ വെച്ചു. അത് കൊള്ളാം, ഇതൊക്കെ എന്ത് കാലഘട്ടമാ? ഞാൻ പറഞ്ഞു, അതൊക്കെ നമുക്കെങ്ങനെ അറിയാം? എന്തായാലും ഹസ്ബൻഡ് വല്ലാത്ത ദേഷ്യമായി. ഞാൻ പറഞ്ഞു, ചോദിക്കാൻ പോകരുത്, നന്നായിരിക്കുന്ന ആളുകൾ തമ്മിൽ വല്ലാത്ത പിണക്കാകുമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഒന്നടങ്ങിയപ്പോഴുണ്ട്. പിറ്റേ ദിവസം നിർമ്മൽ ചേച്ചി വരുന്നു. എടാ, ഇപ്പോഴില്ലേ ഡിനു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ബാംഗ്ലൂര് ചെന്നൈയൊക്കെ അങ്ങ് പോവാം, ഷൂട്ടുണ്ട്, റീലുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, എങ്കിൽ എന്ത് ഷൂട്ടും റീലും ആണെന്ന് ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മൊബൈൽ എടുത്ത് കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരി പെട്ടെന്ന് കണ്ണുപൊത്തി. ഇതെന്താ? ഇതാണ് മോൻ്റെ വിശ്വരൂപം. ഇത് ഒരു മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രമാണ്. അടിത്തട്ടിലേക്ക് എത്രയുണ്ടെന്ന് ദൈവത്തിനറിയാം. ഇപ്പം ഇത് ഒറ്റയ്ക്കുള്ളത്. ഇത് കൂട്ടമായിട്ടുള്ളതുണ്ടോ അതോ ജോഡിയായിട്ടുള്ളതുണ്ടോ എന്നൊക്കെ പിന്നെ മാത്രമേ അറിയിക്കുകയുള്ളൂ. ഇതിനി അവൻ്റെ പ്രൊഫൈലിൽ കയറി ആ സൈറ്റിൽ കയറി നമ്മൾ നോക്കേണ്ടി വരും. എൻ്റെ പൊന്നുമോനെ, ഈ ഫിലിമിൽ അഭിനയിക്കാൻ പോകാമെന്ന് പറഞ്ഞല്ലേ അവൻ പോകുന്നത്, അതിനുള്ള ചാൻസ് ഉണ്ടോ എന്ന് പറഞ്ഞ് ഓഡീഷന് പോവാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ചേച്ചിക്കെല്ലാം വ്യക്തമായിട്ട് അറിയാമല്ലോ. പിന്നെ ഇതും ഒരു ഫിലിമാണ്, പേര് വേറെ ഫിലിം എന്നാണെന്നൊരു പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വല്ലാതെ പരിക്ഷീണയായി. അവിടെ താടിക്കും കൈ കൊടുത്തിരിക്കുകയാണ്. ഇനി ആര് പറഞ്ഞാൽ കേൾക്കും? നീ ഒന്ന് പറ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ കാര്യത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ ആമ്പിളേര് കേൾക്കാൻ തോന്നുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ രസം പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ആരെയും വക വയ്ക്കാറില്ല. പണവും കിട്ടും, അതിൻ്റെ കൂട്ടത്തിൽ രസവുമുണ്ട്. ഏതെങ്കിലും മനുഷ്യൻ നിർത്തുമോ? ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത് പറഞ്ഞാൽ കേൾക്കുമോ? ചേച്ചി എന്തായി പറഞ്ഞത്? അവനോട് ഇനി ചോദിക്കണോ വേണ്ടോ എന്നുള്ളത് ചേച്ചി തീരുമാനിക്കുക. നിങ്ങൾ തമ്മിൽ ആദ്യം ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. ചോദിക്കണമെങ്കിൽ ചോദിക്കണ്ട, മകനെ വെറുതെ വിടുക. ചോദിക്കണമെങ്കിൽ ചോദിക്കുക. അത് കഴിഞ്ഞ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറ. അല്ലാതെ ഞാൻ ആദ്യം പോയി അവരോട് ചോദിക്കില്ലെന്ന് പറഞ്ഞു. എങ്കിൽ ആ വീഡിയോ എനിക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു, അയച്ചു തരുന്നത് വാട്സാപ്പിൽ കൂടെ തരില്ല, അല്ലാതെ ഡയറക്റ്റായിട്ട് ഗ്യാലറിയിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ആപ്പ് വെച്ച് അയച്ചു കൊടുത്തു. അതുകൊണ്ട് ചേച്ചി തല കുരിച്ച് ഇറങ്ങിപ്പോയി. ഒരു 5 മണിയായപ്പോഴാണ് ചേച്ചി വന്നതും. രാത്രി 8 മണിയായപ്പോഴേക്കും ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് വന്ന് വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മുമ്പേ നിർമ്മൽ ചേച്ചിയുടെ വീട്ടിൽ പോയ അമ്മായിമ്മ തിരിച്ചു വന്നു. ഞാൻ പ്രത്യേകിച്ച് ഒരു ഭാവവും പ്രകടിപ്പിച്ചില്ല. ഇനി എന്തെങ്കിലും ചർച്ച ചെയ്തൊന്നും അറിയില്ലല്ലോ എന്നോർത്തു. അവർ തമ്മിൽ അടുപ്പമല്ലേ. ഞാൻ പ്രതീക്ഷിച്ചത് പോലെ സംഭവിച്ചു. എന്നെ കണ്ടതും അമ്മായിമ്മ ചീറിപ്പാഞ്ഞു വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കി. എടി, നിനക്ക് എന്തിൻ്റെ കേടാണ്? ഒരു കൊച്ചു പയ്യൻ അവൻ ഇഷ്ടമുള്ള എന്തെങ്കിലും കാണിച്ചെന്ന് വെച്ചിട്ട് നീ ഉടനെ തന്നെ ആ വീഡിയോ എടുത്ത് നിന്റെ ഭർത്താവിനോട് പറയുക. ഭർത്താവ് അതുകൊണ്ട് അവൻ്റെ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുക. എന്താടി ഇത്? നിനക്കൊക്കെ ഒരു ഔചിത്യമില്ലേ? ഇങ്ങനെയാണോടി ഇതൊക്കെ ഡീല് ചെയ്യുക? നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്? ഞാൻ ചോദിച്ചു, പിന്നെന്താ ചെയ്യേണ്ടത്? അമ്മ ആ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അമ്മ വേണ്ട കാര്യങ്ങൾ നോക്കി നടത്തുമോ? ആ വീഡിയോയിൽ എന്താണ് ഇത്ര പുതുമ? നിനക്ക് നിന്റെ ഭർത്താവിനെ നീ കണ്ടിട്ടില്ലേ? അതുപോലല്ലേ ഉള്ളൂ മറ്റാണുങ്ങളും. അത് ഇഷ്ടമുള്ളവർ കാണട്ടെ. നിനക്കെന്താ? നിന്റെ ഭർത്താവ് സുന്ദരനില്ലാത്തത് കൊണ്ട് നിനക്ക് വല്ല മോഹങ്ങളും കാണും. ചെക്കനെ വളയ്ക്കാൻ നീ ശ്രമിച്ചു കാണും, അത് നടന്നു കാണില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് വല്ലാതെ വട്ടിളകിയെന്ന്. ഞാൻ പറയാൻ തോന്നിയ ദിവസം പറയരുത്. എനിക്ക് അങ്ങനൊന്നുമില്ല. അവൻ എൻ്റെ സഹോദരനെ പോലെയുള്ളൂ. നമുക്ക് അടുപ്പമുള്ള ആളുകൾ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അയ്യോ, വഴി തെറ്റിപ്പോകുന്നവരും എല്ലാം നേരെയാക്കുന്ന ഒരുത്തി. അല്ല, അമ്മയുടെ മോനിങ്ങനെയായിരുന്നെങ്കിൽ ഇത്തരം ഒരു വീഡിയോ കണ്ടാൽ അമ്മ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വീഡിയോ വരുമെന്ന് ഉറപ്പില്ല. കാര്യം എൻ്റെ മകന് ഇത്രയും ഭംഗിയില്ലല്ലോ. എടി, സൗന്ദര്യമുള്ള ആളുടെ പുറകെ പലരും കാണും. അവർ പല രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ടാകും. അതിന് മറ്റുള്ളവർ കിടന്ന് ചാടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ അമ്മയും മകനും കൂടെ വഴക്കുണ്ടാക്കി അവരെ തെറ്റിക്കാനുള്ള ഒരു പദ്ധതിയല്ലേടി നീ ഇട്ടത് എന്ന് ചോദിച്ച് അമ്മായിമ്മേനോട് റേസായി. ഞാൻ ചോദിച്ചു, ഈ കാലത്ത് ഒരു നല്ല കാര്യം പോലും ചെയ്യാൻ പറ്റില്ലേ? എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് ആ ചെക്കൻ ചെയ്യുന്നതിനോടെല്ലാം സപ്പോർട്ടാണ്. പണ്ട് തൊട്ടേ എന്ത് പറഞ്ഞാലും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചെക്കനും അമ്മയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇതെല്ലാം പോകുന്നത്. അങ്ങനെ ഞാൻ ആരോപിച്ചു കഴിഞ്ഞാൽ അമ്മ എന്ത് പറയുമെന്ന്
എന്ന്. ഉടനെ അമ്മായിമ്മ പറയുകയാണ്, ആ അങ്ങനെയെങ്കിൽ എൻ്റെ മിടുക്ക്, അവൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ടാടി. അവൻ 10 പൈസ ഉണ്ടാക്കിട്ട് അവനെ കണ്ട് 10 പേര് രസിക്കട്ടെ, നിനക്കെന്താ, നിനക്കെന്തിന് കുഴപ്പമുണ്ടോ? ആവുമെങ്കിൽ നീ പോയി 10 പൈസ ഉണ്ടാക്കുക. എന്തായാലും നീ കണ്ണടച്ച് കാണിച്ചാൽ വഴിക്കൂടെ പോന്ന് പൂച്ച പോലൊന്നും യാവൂന്ന് മൂടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കിതിലെല്ലാം നല്ല രീതിയിൽ പങ്കുണ്ട്. ഉണ്ടടി, അവൻ എന്നോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവൻ്റെ കാമികമാരെ എനിക്കറിയാം. അവൻ എവിടാ പോകുന്നതെന്ന് എനിക്കറിയാം. അവൻ എന്തിനാ പോകുന്നതെന്നും അറിയാം. എല്ലാം അവൻ എന്നോട് പറയാറുണ്ട്. നിർമ്മലാൻ്റെയും മകനെ തെറ്റിച്ച് ആ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഞാനെന്ന് അമ്മ പറയുന്നു. പക്ഷേ അമ്മ അവരുടെ മകനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും പിന്തുണയ്ക്കുന്നത് എന്താണ്? അവരറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ എങ്ങനെയാകും കാണുക? നിങ്ങൾ രണ്ടുപേരും കൂടി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ബന്ധം കൂടെ പോകും. എനിക്ക് തോന്നുന്നത് ഇതിൽ മർമ്മപ്രധാനമായ വേറെന്തോ കാര്യമുണ്ടെന്നാണ്. ഈ ഒരു പയ്യനെ അമ്മ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നു, എല്ലാ തോന്നിയാസത്തിനും കൂട്ടു നിൽക്കുന്നു. അമ്മയ്ക്ക് വേറെന്തെങ്കിലും ബെനിഫിറ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ബെനിഫിറ്റ് ഉണ്ടടി, ഒളക്കയുടെ മോടെന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരാംഗ്യം കാണിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർ ഞാൻ വിചാരിക്കുന്ന ടൈപ്പല്ലെന്ന്. ഞാൻ പറഞ്ഞു, ആ അമ്മ ആംഗ്യം കാണിച്ചത് അമ്മയ്ക്ക് നന്നായി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഉണ്ടടി, ഉണ്ട്, കിട്ടിയാൽ എന്താ കുഴപ്പം? എനിക്ക് കിട്ടുന്നുണ്ട്, അതെനിക്ക് സന്തോഷവുമാണ്. നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, വെറുതെ ഇങ്ങനെ കറക്കാൻ മാത്രമാണ് നിന്റെ യോഗം എന്ന് പറഞ്ഞ് അമ്മായിയമ്മ കടന്ന കൈകൾ എന്നോട് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എല്ലാം തീർച്ചയായി. നിങ്ങളാണ് ആ ചെക്കനെ വഴി തെറ്റിപ്പിച്ചത് എന്ന് എനിക്കുറപ്പായി. അതുകൊണ്ട് നിങ്ങളും ആ വീട്ടുകാരും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു. കൊച്ചുമകൻ്റെ പ്രായമുള്ള ഒരു പയ്യനാണ്. അവൻ്റെ അമ്മ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഹൃദയം പൊട്ടും. ഇപ്പോൾ അവർ വീഡിയോ മാത്രമേ കണ്ടുള്ളൂ, അതും ജസ്റ്റ് ഒരു സോളോ വീഡിയോ. അത് കേട്ടപ്പോൾ അമ്മായിമ്മ പറയുകയാണ്, എടി എന്നെക്കൊണ്ട് അവൾക്ക് യാതൊരു തലവേദനയില്ല, നിന്നെക്കൊണ്ടാണ് ഇപ്പോൾ തലവേദന. അവരുടെ മകൻ്റെ കാര്യങ്ങളൊക്കെ നീ വെളിയിൽ വിടുവോന്ന് അവർ ഭയന്നിരിക്കുകയാണ്. അല്ലാതെ മകൻ്റെ കാര്യം ഓർത്ത് അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? നീ ഇതിലൂടെ വീഡിയോ കണ്ടിട്ട് അവരെ വിളിച്ച് ഉപദേശിക്കുകയും നിന്റെ ഭർത്താവിനോട് പറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് കണ്ട് നിർമ്മല ഭയന്നിരിക്കുകയാണ്. അവർ അത്ര ഭയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാര്യം ഇതിപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ആ ആപ്പും സൈറ്റും ഒന്നും യൂസ് ചെയ്യാത്തത്. ഒത്തിരി ആളുകൾ, സാധാരണ ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള വീഡിയോ വരുന്നുമുണ്ട്, അവരത് കാണുന്നുമുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ അതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് അടുത്ത ആളായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അമ്മായിമ്മ എൻ്റെ അടുത്തേക്ക് വന്നു, ഇവരെന്തിനാണ് വരുന്നത്? എന്നിട്ട് എൻ്റെ ചുമലിൽ പിടിച്ചോണ്ട് പറഞ്ഞു, എടി പെണ്ണേ, ഇതൊക്കെ 2-3 വർഷമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ അവൻ്റെ അമ്മയ്ക്കും അറിയാവുന്നതാണ്. ഈ നാട്ടുകാരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നീയായിട്ട് നീ ആരെയും കാണിക്കണമെന്ന് പോകണ്ട. അവളോട് പറഞ്ഞപ്പോൾ ശരിക്കും അവൾ ഞെട്ടിപ്പോയി. നിങ്ങളൊന്നും കാണത്തില്ലെന്ന് അവൾ വിചാരിച്ചത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നല്ലോ, അപ്പോൾ ഒത്തിരി അങ്ങ് പ്രധാനമായി കഴിഞ്ഞ അവസാനം നാണക്കേടാകും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ അമ്മയും മോനും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാം. ഇത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കൊള്ളാം, സ്വന്തം മകൻ്റെ വിക്രയകൾ കണ്ട് അമ്മയെ വിളിച്ച് നമ്മൾ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചതാണ്. അവസാനം ഞാനും എൻ്റെ ഭർത്താവും മണ്ടനും മണ്ടിയുമായല്ലോ എന്നോർത്ത് ഞാൻ വാ പൊളിച്ച് നിന്നു. അപ്പോൾ അമ്മായിമ്മ ബഹളം കുറച്ചിട്ട് അവിടെ ഇരുന്നു. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഇതൊക്കെ അറിയാം, അപ്പോൾ അമ്മയും നിർമ്മലൻ്റെയും ചേർന്നാണോ ചെക്കനെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്? അതേ, നിർമ്മലയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആദ്യം വഴക്കിടുമെങ്കിലും പിന്നീട് അവൻ്റെ എല്ലാ കാര്യങ്ങളും അവളങ്ങ് സമ്മതിച്ചു കൊടുക്കും. ചെക്കന് സത്യം പറഞ്ഞാൽ നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. അവനെ കൂടെ നടക്കുന്നത് ചെറുപ്പക്കാരി പെണ്ണുങ്ങളാണെങ്കിലും അതൊക്കെ റീൽസിലൊക്കെ ഇടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. ശരിക്കും അവന് ഇഷ്ടമില്ലേ ഇത്തിരി പ്രായമുള്ള മുതിർന്ന സ്ത്രീകളോടാണ്. ഇതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? എടി, ആദ്യമേ തന്നെ ചെക്കൻ്റെ കള്ളത്തിലൊക്കെ കണ്ടുപിടിച്ചത് നിർമ്മലയാണ്. മോൻ ഇങ്ങനെ മസിലൊക്കെ ബിൽഡ് ചെയ്ത് എന്തിനു പോവാണെന്ന് അവൾ ആദ്യമേ കണ്ടുപിടിച്ചു. അവനോട് ചോദിച്ചപ്പോൾ അവനുള്ളതങ്ങ് പറഞ്ഞു. പിന്നെ മോൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ നിന്ന് ശീലിച്ചല്ലോ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അവരങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഇതിനിടയ്ക്ക് ഇതറിഞ്ഞ അമ്മ ചെക്കനെ വളച്ചു ഒടിച്ചു. ഇതല്ലേ നടന്നത്? ആ പിന്നെ നമുക്ക് കിട്ടുന്ന ഗോള് നമ്മളും അടിക്കണ്ടേടി. നീ ഇവിടെ നിന്ന് നിൻ്റെ ഭർത്താവിനെ നോക്കിയിരിക്കുന്ന പോലെയാണോ? എൻ്റെ ഭർത്താവൊക്കെ മരിച്ചു പോയിട്ട് എത്രയോ കാലമായി. എന്നെ ഇനി ആര് നോക്കും എന്ന് ഓർത്തിരിക്കുമ്പോൾ ദാ വരുന്നു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു പയ്യൻ. അവന് നമ്മളെപ്പോലുള്ളവരെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരാടി ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാത്തത്? ആ ഇതൊക്കെ നിർമ്മലാൻ്റിക്ക് അറിയാമോ? അത് അറിയില്ലായിരുന്നു. കഥ പറഞ്ഞ ശേഷം എൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തെന്ന് അവൾക്കങ്ങ് മനസ്സിലായി. പിന്നെ സ്വന്തം
സ്വന്തം മകനെ സപ്പോർട്ട് ചെയ്യുന്ന അവള് എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമോ? അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും അമ്മേ, ഇതൊക്കെ എങ്ങനെ നടത്തുന്നു? എടി, ഞാൻ അവിടെ വീട്ടിൽ പോയി മണിക്കൂറുകളോളം ഇരിക്കുന്നു. നിങ്ങളാരും അങ്ങോട്ട് വരാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. ഇതിനൊക്കെ മണിക്കൂറുകൾ വേണോ മോളെ? അരമണിക്കൂർ പോരെ? നിർമ്മല അടുപ്പത്ത് കാച്ചി കുറുക്കിയ പാല് പറ്റിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് തൈരോ മോരോ ആക്കാൻ ശ്രമിക്കുന്നു. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാലും എൻ്റെ അമ്മേ, ഇത്രയും ക്ലോസ് ആയിരുന്നിട്ട് ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിയാതെ പോയല്ലോ. അപ്പം അമ്മ എന്നോട് പറയുകയാണ്, എടി, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. നിനക്കും നിൻ്റെ ഭർത്താവിനും ഗ്യാസ് തീർന്ന ഗ്യാസ് കുറ്റികളെ പോലുള്ള രണ്ടാൾക്കാരാണ്. നിങ്ങൾക്ക് തമ്മിൽ യഥാർത്ഥ റൊമാൻസ് ഇല്ല. യഥാർത്ഥ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. വ്യത്യസ്തതകൾ ആസ്വദിക്കാനും താല്പര്യമില്ല. രണ്ട് മണക്കൂസുകളാണ്. നിൻ്റെ ഭർത്താവിനോട് നിനക്കൊരു മോഹം തോന്നിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവനും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ചുമ്മാ അവൻ പോയി തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നു. നിനക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അവൻ മാസത്തിൽ ഒരിക്കൽ വന്നാലും നിനക്ക് ഓക്കെ, ഇനി വന്നില്ലെങ്കിലും ഓക്കെ. നിനക്ക് ഒരു പ്രശ്നവുമില്ല. നിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരില്ല. അങ്ങനെയാണോടി ആഗ്രഹമുള്ള പെണ്ണുങ്ങൾ? അടുപ്പത്ത് കൊഴുത്ത കഞ്ഞി കുതിച്ചു ചാടുന്നത് നീ കണ്ടിട്ടില്ലേ? അതേപോലെ തിളയ്ക്കണം ആവേശം. അങ്ങനെയൊന്നും കണ്ടിട്ടില്ല മോളെ. ഒരു ചൂടുമില്ലാത്തവർക്ക് പറ്റിയ പണിയല്ലേ ഇത്? ഇതൊക്കെ ഇഷ്ടവും ആവേശമുള്ളവർക്കാണ്. അത് എത്ര പ്രായമുണ്ടെങ്കിലും കാണും. അതുകൊണ്ട് ഞങ്ങളെല്ലാം തമ്മിൽ ഒന്നു ചേർന്നങ്ങ് പോകുന്നു. നീ നിന്റെ ഭർത്താവും പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെയാണ്. ഞാനിപ്പോൾ ചോദിച്ചു, ശരിയമ്മേ, അമ്മയ്ക്ക് ആവേശമുണ്ട്, ചെക്കനുമുണ്ട്, നിർമ്മൽ ചേച്ചിക്കുമുണ്ട്. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നതിൽ അവർക്കെന്താ പ്രയോജനം? കാശാണോ? കാശിപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ. അവർ മകൻ്റെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങാറില്ല. അവൻ്റെ എക്സ്ട്രാ പൈസ ചിലവൊക്കെ ഇതിൽ കൂടി നടന്നു പോകും. പിന്നെ എന്തിനാണ് അവർ സപ്പോർട്ട് ചെയ്തത്? എടീ, അവൻ്റെ വീട്ടിൽ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടെ വന്ന് താമസിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? സോഷ്യൽ മീഡിയയിൽ പ്രശസ്തരായ വലിയ ചുള്ളന്മാരും വരാറുണ്ട്. അത് ശരിയാ. അവരൊക്കെ എന്തിനാ വരുന്നത്? ഞാനെങ്ങനെ അറിയും? അതുകൊണ്ട് നിർമ്മലയ്ക്കും ഉപകാരമുണ്ട്. എൻ്റെ അമ്മേ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് മോളെ. അതുകൊണ്ട് നീ ഭർത്താവും ഇത് ചോദിക്കാനും പറയാനും തിളയ്ക്കാനും ഒന്നും പോകണ്ട. ഉള്ള കുടുംബ ബന്ധം നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും. എനിക്ക് ഒരു പ്രശ്നവുമില്ല. എല്ലാറ്റിനും കൂട്ടു നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ മൂന്നും ഒറ്റക്കെട്ടായിരിക്കും. നിങ്ങൾ നല്ലവർ ചമയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീടുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിൽക്കും. ഇനിയിപ്പോൾ എന്തായാലും നീ നിന്റെ ഭർത്താവിനോട് അധികം ചർച്ച ചെയ്യാൻ പോകണ്ട. അതൊക്കെ ഒന്നും മിണ്ടാതെ അവനോട് ചോദിക്കേണ്ട. പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് അങ്ങ് ഒതുക്കി തീർത്ത് വിട്ടാൽ മതി. ഈ പറഞ്ഞ രഹസ്യങ്ങളൊന്നും നിന്റെ ഭർത്താവിനോട് പറയരുത്. പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ നിനക്ക് നല്ല സുവർണാവസരങ്ങൾ ഉണ്ടാകും. നീ ഒന്ന് മൂളിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മായിയമ്മ അങ്ങ് പോയി. അതോടുകൂടി എനിക്ക് കൺഫ്യൂഷനായി. ഹസ്ബൻഡ് വന്നപ്പോൾ അതിനെ ചോദിക്കാൻ പോകണ്ട, അവനോട് പറഞ്ഞങ്ങ് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. അമ്മ പറഞ്ഞ ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ആകെ കൺഫ്യൂഷനാണ്. അമ്മയും ആ ചെക്കനും പിന്നെ നിർമ്മലാൻ്റെയും ഒക്കെ അവരുടെ ജീവിതം നല്ല ഉച്ചസ്ഥായിയിൽ അങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. പക്ഷേ എനിക്കോ എൻ്റെ ഭർത്താവിനെ ഈ പറഞ്ഞതുപോലെ ഒരു തണുപ്പൻ മറ്റുള്ള ജീവിതമാണ്. ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? എനിക്കെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തണുപ്പൻ ആവേശക്കുറവ്? സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മായിമ്മ പുതിയ പുതിയ പരീക്ഷണങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ എന്നോട് പറയാറുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അത് കേട്ട് രസിക്കുമെന്നല്ലാതെ എനിക്കെന്തോ ഭയങ്കര താല്പര്യമൊന്നും തോന്നുന്നില്ല. എന്നാൽ ഉള്ളിൽ ഭയങ്കര ഒരു കുറ്റബോധവും തോന്നാറുണ്ട്. എനിക്കെന്താണ് ഇങ്ങനെ നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കാൻ പറ്റാത്തതെന്ന്. എൻ്റെ കൺഫ്യൂഷൻ വിചിത്രമാണെന്നറിയാം. മാഡത്തിന് എന്നെ മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ചോദ്യം. മനസ്സിലാകുന്നുണ്ട്. ഒരു കൂട്ടത്തിൽ ഭൂരിപക്ഷ ആൾക്കാരും മരം കയറുന്നു. താഴെ നിൽക്കുന്ന ആൾക്ക് മരം കയറാൻ അറിയത്തുമില്ല, മരം കയറണമെന്ന് ആഗ്രഹവുമില്ല. എന്നാൽ എല്ലാവരും കയറുന്നത് കാണുമ്പോൾ കയറണമെന്ന് തോന്നുകയും ചെയ്യുന്നു. ഇതാണല്ലോ സിറ്റുവേഷൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ വ്യക്തികളും തനതായ വ്യക്തികളാണ്. ഓരോരുത്തരുടെയും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ പല രീതിയിലായിരിക്കും. അതിൻ്റെ തീവ്രതകളും ഏറിയും കുറഞ്ഞുമിരിക്കും. വേറൊരാളെപ്പോലെ നമുക്ക് പെരുമാറാനോ അല്ലെങ്കിൽ വേറൊരാളുടെ ആഗ്രഹങ്ങളെപ്പോലെ നമുക്ക് നിൽക്കാനോ ഒന്നും പറ്റില്ല. അവർക്ക് അവരുടെ രീതിയുണ്ട്. അത് ശമിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് അവർ നോക്കുന്നു. അവരായിട്ട് നമുക്ക് മാറാൻ പറ്റില്ല, നമ്മളായിട്ട് അവർക്ക് മാറാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിയാണ്. അത് അവരുടെ ക്വാളിറ്റി, ഇത് നമ്മുടെ ക്വാളിറ്റി. ഇതിപ്പോൾ താരതമ്യം ചെയ്തിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ എനിക്ക് ആക്റ്റീവായി നടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുക. ഇല്ല, എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുക. എനിക്ക് വേറെ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാനുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ ഇനിയൊന്നുമില്ല സന്യസിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഞാൻ സന്യാസിയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കുന്ന കാര്യം, എനിക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ചുമ്മാ ചിന്തകളിട്ട് വെറുതെ മനസ്സിൽ കറക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല, കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്, നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ രീതിയിൽ നിൽക്കുന്നു. അവരുടെ സ്വഭാവം ആക്റ്റീവാണ്, അവരവരുടേതായ രീതിയിൽ കൂട്ടിച്ചേർന്ന് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. ഇത്തരം കാര്യങ്ങൾ ന്യൂട്രലായിട്ട് കാണുക. മരം കയറുന്നവരോ മല കയറുന്നവരോ അത് കയറട്ടെ, താഴെ നിന്ന് നോക്കി കാണുന്നവർ അത് കണ്ടോട്ടെ. ഇനി ഇതിനൊന്നും താല്പര്യമില്ലാത്തവർ മരത്തിന് താഴെയും മലയുടെ താഴെയും പോകാതിരിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് എടുക്കുക. കൗതുകം നമുക്ക് ആദ്യമൊക്കെ തോന്നാം, അത് കഴിയുമ്പോൾ അവരുടെ പാട്ടിന് വിടുക, അതിന് റിസ്ക് അവരനുഭവിച്ചോളും. നമുക്കതിൽ പ്രാധാന്യമില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കുക, അല്ലാതെ അവരുടെ ചെയ്തികൾ ഓർത്ത് ദുഃഖിക്കാനും കൺഫ്യൂഷൻ അടിക്കാനും പോകരുത്. അതിൻ്റെ ആവശ്യമില്ല. സ്വന്തമായൊരു നിലപാട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും കേട്ടോ.